അല്ല താഴെ വെള്ളത്തിരിക്കുന്ന രവി എവിടെ? അല്ല താൻ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. ഞാനേ പുതിയ മാവി പെരുന്നാളിന് കടുവാവിളിക്ക് പോയി 5 രൂപ കുലുക്കുത്തിരി വെച്ചാൽ അത് മുഴുവൻ പോയി. രവിയോട് ചോദിക്കാൻ വന്നതാ. എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി. തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെയും തട്ടിക്കൊണ്ടുപോയി. ഓഗസ്റ്റ് 6, 1971 അതുല്യ നടനായ സത്യൻ മാസ്റ്ററിന്റെ അവസാന പടം അനുഭവങ്ങൾ പാളിച്ചകൾ വെള്ളിത്തിരയിലെത്തിയ ദിവസം. അന്ന് നിരാശരായ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരാളുണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ സ്ഫോടനം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഒരു നടൻ എന്നൊരു സ്ഥാനം ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകൾ, അത്യപൂർവ വേഷങ്ങൾ. അതെ, പറഞ്ഞു വരുന്നത് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. 1951 സെപ്റ്റംബർ 7 ജനനം. വൈക്കം ചെമ്പ് എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്ന ആ മനുഷ്യൻ തൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം SS കോളേജിൽ നിന്നും മഹാരാജാസ് കോളേജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി. എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB പാസ്സാവുകയും ചെയ്തു. പിന്നീട് 2 കൊല്ലം മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്തു. സിനിമാ മോഹം മനസ്സിൽ കയറിയ ആ മനുഷ്യൻ 71 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകളിലും കാലചക്രം എന്ന സിനിമയിലും തൻ്റെ ജീവിതത്തിന് തുടക്കം വയ്ക്കുകയും നിരവധി വിജയപരാജയങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. 1983 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത് 35ഓളം സിനിമകളാണ്. പിന്നീട് അങ്ങോട്ട് പല സിനിമകൾ ഇറങ്ങിയെങ്കിലും 1987 തുടക്കത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങി. പലരും മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ അഭിനയ മിഴിവ് തീർന്നു എന്ന് വിചാരിച്ച സമയത്തായിരുന്നു ജൂലൈ 24 ഡെന്നിസ് ജോസഫ് തിരക്കഥയെഴുതി ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി തിയേറ്ററിലെത്തിയത്. പിന്നീട് അങ്ങോട്ട് ചരിത്രമായിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയ തനിയാവർത്തനം, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, അനന്തരം എന്നീ സിനിമകൾ വലിയ വിജയം നേടുകയും തുടർന്ന് അങ്ങോട്ട് വന്ന പല സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. മനു അങ്കിൾ, ഓഗസ്റ്റ് 1, സംഘം, കാർണിവൽ, നായർ സാബ്, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകൾ മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച സിനിമകളായിരുന്നു. ഇവയിൽ വടക്കൻ വീരഗാഥയ്ക്ക് ആ വർഷത്തെ ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. മലയാളത്തിന് പുറമെ അന്യഭാഷാ സിനിമകളിലും തൻ്റെതായ സ്ഥാനമുറപ്പിച്ച മമ്മൂട്ടി 2000 തുടക്ക വർഷങ്ങളിൽ വന്ന നരസിംഹം, വല്യേട്ടൻ എന്നീ സിനിമകൾക്ക് ഗംഭീര വിജയത്തോടെ തുടക്കമിടുകയും അതിനുശേഷം വന്ന പല പടങ്ങളും കഥാപാത്രങ്ങളും എന്നും നമുക്ക് ഓർക്കാവുന്ന രീതിയിൽ ചിരിയും സങ്കടവും പകർന്നു തന്നു. ബിഗ് ബിയിലെ ബിലാലും മായാവിയിലെ മഹിയും കഥ പറയുമ്പോൾ അശോക് രാജുമൊക്കെ എന്നും നമ്മൾ ഓർക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളാണ്. 2022-23 മമ്മൂട്ടിയുടേതായി വന്ന എല്ലാ സിനിമകൾക്കും വൻ വരവേൽപ്പായിരുന്നു. 2022 ഇറങ്ങിയ ഭീഷ്മപർവവും റൊഷാക്കും നല്ല അഭിപ്രായം നേടുകയും തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ കണ്ണൂർ സ്ക്വാഡും കാതൽ സിനിമയും അബ്രഹാം മോസ്ലറും ഒക്കെ ഗംഭീര വിജയത്തിൽ നിൽക്കുന്നു. 71 തുടങ്ങിയ ആ ചരിത്രയാത്ര ഇതാ ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ എത്തി നിൽക്കുന്നു. പാതിനഗ്നമായ ശരീരത്തിൽ മേൽമുണ്ടുടുത്ത മനുഷ്യൻ, കഴുത്തിൽ രുദ്രാക്ഷമാലയും കറപറ്റിയ പല്ലുകളും നരച്ച താടിയും മുടിയും ഒപ്പം എന്തൊക്കെയോ നിഗൂഢമായ ചിരിയും. മുഴുനീളെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തുന്ന സിനിമയുടെ സംവിധായകൻ ഭൂതകാലം എന്ന സിനിമയിലൂടെ പേര് നേടിയെടുത്ത രാഹുൽ സദാശിവനാണ്. സിനിമയുടെ സൗണ്ട് ട്രാക്ക് ഇതിനോടകം യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. മമ്മൂട്ടിക്ക് പിന്നാലെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠ രാജാരി എന്നിവരും ഈ സിനിമയിലുണ്ട്. ക്രിസ്റ്റോ സേവ്യറാണ് സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം തിയേറ്ററിലെത്തും. കണ്ടറിയാം മമ്മൂട്ടി ഇതിൽ നായകനോ അതോ വില്ലനോ.